Good afternoon. Good afternoon, Miss. Afternoon. First class lab Bangalore good. കുറച്ച് പേരുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള വീഡിയോസ് കാണണം കേട്ടോ. അത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിരുന്നു. കാണാത്തതുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. എനിക്ക് കേൾക്കാൻ പറ്റും. ക്ലിയർ ആണോ? ശബ്ദം കേൾക്കാൻ ക്ലിയർ ആണോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞെടുത്ത്. ആ നോട്ട്സുകളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിന് കിട്ടാത്തതുണ്ടോ നോട്ട്സ്? സ്വാതി കഴിഞ്ഞ ദിവസം ഒരു കംപ്ലൈന്റ് പറഞ്ഞില്ലേ, നോട്ട്സ് കിട്ടുന്നില്ല. കിട്ടിയായിരുന്നോ? സ്വാതി ബിനു. സ്വാതി ഓക്കെ. നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദനെയും ചട്ടമ്പിസ്വാമികളെയും കുറിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോഴും കിട്ടുന്നില്ല എന്നാണോ പറയുന്നത് നോട്ട്സ്? അതെ, സ്വാതിയുടെ ടെക്നിക്കൽ ടീമിൽ കോൺടാക്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ വാഗ്ഭടാനന്ദൻ അടുത്ത പ്രഗത്ഭനായ മറ്റൊരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ അല്ലെ. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. 1785 അദ്ദേഹം പാട്യം എന്ന കണ്ണൂരുള്ള ജില്ലയിൽ ജനിച്ചത്. 1885 ടു 1939 കാലഘട്ടമായിരുന്നു വാഗ്ഭടാനന്ദന്റേത്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1885 ടു 1939 വരെയുള്ള കാലഘട്ടം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്
വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു വാഗ്ഭടാനന്റെ യഥാർത്ഥ നാമം. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വാഗ്ഭടാനന്ദന്റെ മറ്റൊരു നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന്. നോട്ട് ചെയ്യുന്നവരെ നോട്ട് ചെയ്തെടുക്കാട്ടോ. ഇനി ബാല്യകാലത്തിന് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരായിരുന്നു കുഞ്ഞിക്കണ്ണൻ എന്ന്. ബാല്യകാലത്തില് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരായിരുന്നു കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദന്റെ ബാല്യകാല നാമമായിരുന്നു കുഞ്ഞിക്കണ്ണൻ എന്ന പേര്. പൂർണ്ണമായ പേരെന്തായിരുന്നു? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു വാഗ്ഭടാനന്ദന്റെ പൂർണ്ണമായ പേര്. ഇനി വി കെ ഗുരുക്കൾ എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? വാഗ്ഭടാനന്ദനെയാണ്. വി കെ ഗുരുക്കൾ എന്ന പേരിലും വാഗ്ഭടാനന്ദൻ അറിയപ്പെടുന്നുണ്ട്. വി കെ ഗുരുക്കൾ എന്ന പേരിലും വാഗ്ഭടാനന്ദൻ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ വി കെ ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, വി കെ ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ഇനി അദ്ദേഹത്തെ ബാലഗുരു എന്ന പേരിലും വിശേഷിപ്പിക്കുന്നുണ്ട്. വാഗ്ഭടാനന്ദനെ ബാലഗുരു എന്ന പേരിലും വിശേഷിപ്പിക്കുന്നുണ്ട്. വാഗ്ഭടാനന്ദനെ ബാലഗുരു എന്നും വിശേഷിപ്പിക്കുന്ന മറ്റൊരു നാമമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദ പേര് നിർദ്ദേശിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ന പേര് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചത്. ആരാണ് നിർദ്ദേശിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദ പേര് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്തായിരുന്നു? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്? എന്തായിരുന്നു വാഗ്ഭടാനന്ദന്റെ പൂർണ്ണമായ പേര്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദന് ആ പേര് നിർദ്ദേശിച്ചത്. ഇനി കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനായിരുന്നു വാഗ്ഭടാനന്ദൻ. കാവ്യ വസ്ത്രം ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹം കാവ്യവസ്ത്രം ഉപേക്ഷിക്കുകയും തുടർന്ന് ഖദർ അണിയുകയും ചെയ്തു അല്ലെ. ഖദർ അണിയുകയും ചെയ്ത നവോത്ഥാന നായകൻ ആയിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. ഒരു സമയം അദ്ദേഹം കാവ്യവസ്ത്രങ്ങള് ഉപേക്ഷിക്കുകയും ഖദർ വസ്ത്രങ്ങളുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പോ കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, ഇനി പ്രീതി ഭോജനം അല്ലേ. ഈ നവോത്ഥാന നായകന്മാരെല്ലാം തന്നെ എന്താണ് പലതരത്തിലുള്ള ഭോജനങ്ങള് സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് വാഗ്ഭടാനന്ദൻ ഏതായിരുന്നു? പ്രീതി ഭോജനമായിരുന്നു കേട്ടോ. പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദൻ. ഭോജനം വാഗ്ഭടാനന്ദൻ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മാതൃകയാക്കിയത് ആരെയായിരുന്നു? വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയത് ആരെയായിരുന്നു? രാജാറാം മോഹൻ റോയിയായിരുന്നു. നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയിയാണ് വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുള്ള മാതൃകയായിട്ട് കണ്ടിരുന്നത്. അപ്പോ വാഗ്ഭടാനന്ദന്റെ മാതൃകയായിരുന്നത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിയാണ് വാഗ്ഭടാനന്ദന്റെ മാതൃകയായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് വാഗ്ഭടാനന്ദൻ കണ്ട് മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ പ്രധാന മേഖല എന്ന് പറയുന്നത് മലബാറിലായിരുന്നു. വാഗ്ഭടാനന്ദന്റെ പ്രധാന മേഖല
മലബാറിലായിരുന്നു. മലബാർ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു വാഗ്ഭടാനന്ദൻ നൽകിയിരുന്നത്. അതിനാൽ തന്നെ മലബാറിലെ നാരായണ ഗുരു എന്നും അദ്ദേഹം അറിയപ്പെട്ടു. മലബാറിലാണ് അദ്ദേഹം എന്താണ് ഒട്ടനവധി സാമൂഹ്യ പരിഷ്കാരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നത്. അതിനാൽ തന്നെ അവിടുത്തെ നാരായണ ഗുരു, മലബാറിലെ നാരായണ ഗുരു എന്നാണ് വാഗ്ഭടാനന്ദനെ അറിയപ്പെട്ടിരുന്നത്. മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? വാഗ്ഭടാനന്ദനാണ്. മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. അതിനാൽ തന്നെ അവിടെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു മലബാറിലെ നാരായണ ഗുരുക്കൾ എന്ന്. നാരായണ ഗുരു എന്നറിയപ്പെട്ട, മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു വാഗ്ഭടാനന്ദൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അദ്ദേഹമാണ് 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. 1917 അദ്ദേഹത്തിന്റെ ആത്മവിദ്യാസംഘം. അപ്പോ 1917 ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ഓക്കെ, ഇത് ചേരുമ്പോൾ ചേർക്കാവുന്ന ഭാഗമായിട്ടൊക്കെ നമുക്ക് പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം 1917. ഓക്കെ, നാരായണ ഗുരുക്കൾ എന്നും അറിയപ്പെടുന്നത് ആരാണ്? മലബാറിൽ നാരായണ ഗുരു എന്ന് അറിയപ്പെടുന്നതും ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇതൊക്കെ ചേരുമ്പടി ഇത് അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരാം കേട്ടോ. ഇത് സ്റ്റേറ്റ്മെന്റ് വൈസിലും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വാഗ്ഭടാനന്ദനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ അത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ ഒരാളാണ് ആര്? വാഗ്ഭടാനന്ദൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ മുഖപത്രം അല്ലെ, ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം എന്തായിരുന്നു? അഭിനവ കേരളം അല്ലെ, അഭിനവ കേരളം എന്നായിരുന്നു ആ മുഖപത്രത്തിന്റെ പേര്. അഭിനവ കേരളം 1921 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അഭിനവ കേരളം 1921 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആത്മവിദ്യാസംഘം 1917 മുഖപത്രം അഭിനവ കേരളം 1921 പ്രസിദ്ധീകരിച്ചത്. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത ഏതായിരുന്നു? ശ്രദ്ധിക്കുക, ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദന്റെ കവിത ഏതാണ്? ഏത് കവിതയിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണിയിലൂടെയാണ് ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വാഗ്ഭടാനന്ദൻ വ്യക്തമാക്കുന്നത്. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയിലൂടെയാണ് അദ്ദേഹം ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്നത്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വാഗ്ഭടാനന്ദനുമായിട്ട് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പേര്, പൂർണ്ണമായ പേര് അല്ലെ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന പേര്. അദ്ദേഹം ജനിച്ച സമയം, വർഷം എന്നാണ് 1885. അദ്ദേഹത്തിന്റെ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്ത്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്ത്. ബാല്യകാല നാമം അദ്ദേഹത്തെ കുഞ്ഞിക്കണ്ണൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്ന പേരിലും VK ഗുരുക്കൾ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. VK ഗുരുക്കൾ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ബാലഗുരു എന്ന പേരിലും അറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ. ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിനെ വാഗ്ഭടാനന്ദൻ എന്ന് വിശേഷിപ്പിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തെ വാഗ്ഭടാനന്ദ പേര് നൽകിയത്. കാവ്യ ഉപേക്ഷിച്ച് കഥരണിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു വാഗ്ഭടാനന്ദൻ. കാവ്യ ഉപേക്ഷിച്ച് കഥരണിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ. ഇപ്പൊ കേറിയവരോട്
ഇത് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു, രണ്ടാമത് ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ. വാക്പടാനന്ദനെ കുറിച്ചിട്ടാണ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു ആര്? വാക്പടാനന്ദൻ. പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു വാക്പടാനന്ദൻ. ഇനി അദ്ദേഹം തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയിരുന്നത് ആരെയായിരുന്നു? രാജാറാം മോഹൻ റോയിയാണ്. വാക്പടാനന്ദൻ തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നോക്കിക്കണ്ടത് ആരെയാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മലബാറിലായിരുന്നു. വാക്പടാനന്ദൻ പ്രധാനമായും മലബാർ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതിനാൽ തന്നെ മലബാറിലെ നാരായണ ഗുരു എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാക്പടാനന്ദനാണ്. ഓക്കെ. ഇദ്ദേഹം ആത്മവിദ്യാ സംഘം എന്നാണ് സ്ഥാപിച്ചത്? 1917 അദ്ദേഹം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. അതിന്റെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അഭിനവ കേരളം അല്ലേ? അത് എന്നാണ് പ്രസിദ്ധീകരിച്ചത്? അഭിനവ കേരളം എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1921 അഭിനവ കേരളം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ. ഇനി ഈ ആത്മവിദ്യാ സംഘത്തിന്റെ ലക്ഷ്യങ്ങളും ആശയങ്ങളും വ്യക്തമാക്കുന്ന വാക്പടാനന്ദന്റെ കവിത ഏതായിരുന്നു? ഏത് കവിതയിലൂടെയാണ് അദ്ദേഹം ആത്മവിദ്യാ സംഘത്തിന്റെ ലക്ഷ്യങ്ങളും ആശയങ്ങളും വ്യക്തമാക്കിയിരുന്നത്? വെരി ഗുഡ്. സ്വതന്ത്ര ചിന്താമണി അല്ലെ? സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയിലൂടെയാണ് അദ്ദേഹം തന്റെ ആത്മവിദ്യാ സംഘത്തെ കുറിച്ചുള്ള ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വ്യക്തമാക്കിയത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വാക്പടാനന്ദനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക, ഓർത്തിരിക്കുക. ഓക്കെ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത നവോത്ഥാന നായകനിലേക്ക് പോകാം. ചട്ടമ്പി സ്വാമികൾ. ക്ഷമിക്കുക, കുറച്ച് പോയിന്റ്സ് കൂടി വിട്ടുപോയി. നമ്മൾ എവിടെയാണ് പറഞ്ഞത്? സ്വതന്ത്ര ചിന്താമണി. അപ്പോ അദ്ദേഹത്തിന്റെ കവിത വരെ എത്തി അല്ലേ? ബാക്കിയുള്ള കവിതകളെ കുറിച്ച് പരിചയപ്പെടണ്ടേ? അദ്ദേഹത്തിന്റെ കുറച്ച് മാസികകൾ കൂടി നമ്മൾക്ക് ഇവിടെ പരിചയപ്പെടാം. വാക്പടാനന്ദന്റെ കുറച്ച് മാസികകൾ കൂടി ഇവിടെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ ശിവയോഗി വിലാസം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മാസികയാണ് ശിവയോഗി വിലാസം. 1914 ശിവയോഗി വിലാസം 1914. ആത്മവിദ്യാ കാഹളം 1929. ആത്മവിദ്യാ കാഹളം 1929. ശിവയോഗി വിലാസം എന്നായിരുന്നു 1914. ആത്മവിദ്യാ കാഹളം 1929. യജമാനൻ 1939. യജമാനൻ 1939. അങ്ങനെ 3 പ്രധാനപ്പെട്ട മാസികകളാണ് അദ്ദേഹം തയ്യാറാക്കിയിരുന്നത്. ആദ്യത്തേത് ഏതായിരുന്നു? ശിവയോഗി വിലാസം 1914. അടുത്തത് ആത്മവിദ്യാ കാഹളം 1929. യജമാനൻ 1939. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മാസികകളാണ് വാക്പടാനന്ദൻ തയ്യാറാക്കിയത്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് വരികൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഉണർവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? വാക്പടാനന്ദനാണ്. എന്താണ്? ഉണർവിൻ അഖിലേശ്വരനെ എന്ന് കണ്ടാൽ ആരാണെന്ന് വിചാരിക്കണം? അതേത് നവോത്ഥാന നായകന്റെ വാക്കുകളാണ്? വാക്പടാനന്ദനാണ്. ഒന്നുകൂടി വായിക്കാം. എന്താണ്? ഉണർവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനായിരുന്നു ആര്? വാക്പടാനന്ദൻ. ആദ്യത്തെ വരി നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ്? ഉണർവിൻ അഖിലേശ്വരനെ. ഉണർവിൻ അഖിലേശ്വരനെ
ആരാണത്? വാഗ്ബടാനന്ദന്റെ വാക്കുകളാണ്. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? വാഗ്ബടാനന്ദർ. ഓക്കെ, ഇനി അദ്ദേഹത്തെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസിൽ നമുക്ക് നോക്കാം. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ജാതി വ്യവസ്ഥയെ കുറിച്ച് അദ്ദേഹം പ്രധാനമായും എന്താണ് പറഞ്ഞത്? ജാതി വ്യവസ്ഥ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവായിരുന്നു ആര്? വാഗ്ബടാനന്ദർ. അതാണ് ജാതി വ്യവസ്ഥ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരായിരുന്നു എന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവായിരുന്നു ആര്? വാഗ്ബടാനന്ദർ. ജാതി വ്യവസ്ഥയെ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന രീതിയിലാണ് അദ്ദേഹം വ്യാഖ്യാനിക്കപ്പെട്ടത്. ഓക്കെ, ഇനി അദ്ദേഹം കോഴിക്കോട് ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കുകയുണ്ടായി. ഏത് പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്? സംസ്കൃത പഠന കേന്ദ്രമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതിനെ തത്വപ്രകാശിക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വാഗ്ബടാനന്ദൻ കോഴിക്കോട് കാരപ്പറമ്പിൽ ഒരു സംസ്കൃത പഠന കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. തത്വപ്രകാശിക എന്ന പേരിലാണത് അറിയപ്പെട്ടിരുന്നത്. തത്വപ്രകാശിക എന്ന് പറയുന്നത് വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ഒരു സംസ്കൃത പഠന കേന്ദ്രമാണ്. തത്വപ്രകാശിക വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ഒരു സംസ്കൃത പഠന കേന്ദ്രമാണ്. കോഴിക്കോട് കാരപ്പറമ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് കാരപ്പറമ്പിലാണ് ഈ സംസ്കൃത പഠന കേന്ദ്രമായ തത്വപ്രകാശിക സ്ഥിതി ചെയ്യുന്നത്. വാഗ്ബടാനന്ദൻ സംസ്കൃത പഠന കേന്ദ്രം തത്വപ്രകാശിക കോഴിക്കോട് കാരപ്പറമ്പിൽ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി അക്കാലഘട്ടങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ഇളനീരാട്ടം എന്നൊരു ഒരു ചടങ്ങ് അവിടെ നിലനിന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രങ്ങളില്. അപ്പൊ അതിനെയൊക്കെ എന്താണ് ഇദ്ദേഹം നിഷേധിച്ചിരുന്നതാണ് പറയപ്പെടുന്നത്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച പരിഷ്കർത്താവായിരുന്നു ആര്? നവോത്ഥാന നായകനായിരുന്നു ആര്? വാഗ്ബടാനന്ദൻ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. എന്താണ്? ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ട് എന്ന ആ ചടങ്ങ് തെറ്റാണെന്ന് വ്യാഖ്യാനിച്ച പരിഷ്കർത്താവായിരുന്നു ആര്? വാഗ്ബടാനന്ദൻ. ഇനി അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുരാചാരങ്ങൾക്കും അദ്ദേഹം പോരാടിയിരുന്നു. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല കാലഘട്ടത്തില് നിലനിന്നിരുന്ന ഓരോ പ്രസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അനീതിക്കുമൊക്കെ എന്താണ് അദ്ദേഹം പോരാടിയിരുന്നു. അതേപോലെ തന്നെ പ്രധാനം വഹിക്കുന്ന ഒന്നാണ് എട്ടേമട്ട് ഏറ്റുമറ്റ് എന്ന ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വാഗ്ബടാനന്ദൻ. ഈ ഇളനീരാട്ട് പോലെ തന്നെ മറ്റൊരു ദുരാചാരമായിരുന്നു എന്ത്? എട്ടേമട്ട് ഏറ്റുമറ്റ് കേട്ടോ. എട്ടേമട്ട് ഏറ്റുമറ്റ് എന്ന ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനായിരുന്നു ആര്? വാഗ്ബടാനന്ദൻ. അപ്പൊ എട്ടേമട്ട് ഏറ്റുമറ്റ് എന്നത് അതുപോലെ തന്നെ എന്താണ് ഇളനീരാട്ട് ആരുമായി ബന്ധപ്പെട്ട് വരുന്നു? വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ട് വരുന്നു. ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടിയിരുന്നത് ആരായിരുന്നു? വാഗ്ബടാനന്ദനായിരുന്നു. ഓക്കെ, അദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രത്തിന്റെ പേരെന്തായിരുന്നു? അദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രത്തിന്റെ പേരെന്തായിരുന്നു? അരുൺ രാജു. അരുൺ. തത്വപ്രകാശിക. ഓക്കെ, തത്വപ്രകാശിക എന്നതായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് എന്ത് വാഗ്ബടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവ.
നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ എന്താണ്? കാഷായം ധരിക്കാത്ത സന്യാസി അല്ലെ. കാഷായം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സന്യാസിയുടെ വേഷം എന്താണ്? സന്യാസിയുടെ വേഷം എന്താണ്? കാവ്യവസ്ത്രങ്ങളാണ് അല്ലെ. കാവ്യവസ്ത്രം ധരിക്കാത്ത ഒരു സന്യാസിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ അല്ലെ. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമി ജനിക്കുന്നത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? എവിടെയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്? എവിടെയാണ് ചട്ടമ്പി സ്വാമികൾ? കണ്ണമൂല അല്ലെ. കണ്ണമൂലയിലാണ് കേട്ടോ നൗസിയ. കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദിനമായിട്ട് ആചരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് നമ്മളുടെ എന്താണ് കേരളത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ്? ഓഗസ്റ്റ് 25-ആണ് എന്താണ് കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് ആരുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25-നാണ് എന്ത് കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? എന്താണ് യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ? അയ്യപ്പൻ അല്ലെ. അയ്യപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അപ്പൊ ബാല്യകാല നാമം എന്തായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള അല്ലെ. കുഞ്ഞൻ പിള്ള അല്ലെങ്കിൽ കുഞ്ഞൻ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെ ബാല്യകാലത്ത് വിളിച്ചിരുന്നത്. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നും യഥാർത്ഥ നാമം അയ്യപ്പനും എന്നാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആരായിരുന്നു? പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരുനാഥൻ. പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുനാഥൻ പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. രാമൻ പിള്ള ആശാൻ ആയിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഗുരുനാഥനായിരുന്നത്. ശ്രദ്ധിക്കുക, ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ ആയിരുന്നു ചട്ടമ്പി സ്വാമിയുടെ ഗുരുവായിരുന്നത്. ഓക്കെ. ഇദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന പ്രത്യേകതകൾ എന്തായിരുന്നു? അദ്ദേഹം എന്താണ് പഠനത്തിലും സ്വഭാവശുദ്ധിയിലും കാട്ടിയ മികവ് മൂലമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പഠനവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അല്ലെ. സ്വഭാവശുദ്ധിയിലും പഠനത്തിലും അദ്ദേഹം കാട്ടിയ മികവിനാണ് അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമി എന്ന ചട്ടമ്പി എന്ന സ്ഥാനപ്പേര് നൽകാനുള്ള കാരണം. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പഠനത്തിലും സ്വഭാവശുദ്ധിയിലും കാട്ടിയ മികവ് മൂലമാണ് ഗുരുകുലത്തില് പഠിക്കുന്ന ഗുരുകുലത്തിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്ന സ്ഥാനം അവിടെ ലഭിക്കുന്നത്. ചട്ടമ്പി എന്നാൽ എന്താണ്? മോണിറ്റർ ചെയ്യുന്ന ഒരു ലീഡർ അല്ലെ. മോണിറ്റർ ലീഡർ എന്ന പേരിലേക്കാണ് എന്ത് ചട്ടമ്പി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്താണ്? പഠന മികവും സ്വഭാവ മികവും ഉള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന് ഗുരുകുലത്തിൽ നിന്ന് തന്നെ എന്താണ് അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിക്കുകയുണ്ടായി. ചട്ടമ്പി എന്ന പേര് സ്ഥാനം പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇനി ഇദ്ദേഹം ഫ്യൂഡൽ വ്യവസ്ഥിതിയിലെ അഴിമതിക്കെതിരെയായിട്ട് അദ്ദേഹം പോരാടിയിരുന്നു. ചട്ടമ്പി സ്വാമികള് ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ പോരാടിയിരുന്നു. അന്ന് അദ്ദേഹം എന്താണ് അത്തരം അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടിയ ആ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമാണ് എന്ത്? പട്ടിസദ്യ എന്നറിയപ്പെടുന്നത്. എന്താണ് പട്ടിസദ്യ? ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ നടത്തിയ പട്ടിസദ്യ ചരിത്ര പ്രസിദ്ധമാണ്. അപ്പൊ പട്ടിസദ്യ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അഴിമതിയുമായി എതിരായിട്ട് ബന്ധപ്പെട്ടതാണ് പട്ടിസദ്യ.
അത് ആരുമായി ബന്ധപ്പെട്ട് വരുന്നു? ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം ഇങ്ങനെ പോരാടിയിരുന്ന ഈ ഒരു പ്രസിദ്ധമായ ഈ ചടങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? പുതിയ അറിവാണോ? ഇല്ല. ഓക്കെ, എന്താണ്? ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ നടത്തിയ പട്ടിസത്യ ചരിത്ര പ്രസിദ്ധമാണെന്നാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പുതിയ അറിവുകളാണെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഇനി ഇദ്ദേഹം പല വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് മതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം പോരാടിയിരുന്നു. എന്നാൽ അദ്ദേഹം അത് മാത്രമല്ല കുറച്ചു കാലം ഈ ആധാരം എഴുതുവാനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും ഒക്കെ ജോലി അനുഷ്ഠിച്ചിരുന്നു കേട്ടോ. ആധാരം എഴുത്തിനും ഈ പ്രവർത്തനങ്ങൾക്കുപരിയായി തന്നെ അദ്ദേഹം എന്താണ് ആധാരം എഴുതാനായിട്ടുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ എന്താണ് സെക്രട്ടേറിയറ്റില് തൊഴിൽ അഭ്യസിച്ചിരുന്നു എന്നുമാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റിലെ ജോലിയുള്ള ആളായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന് ആധാരം എഴുത്തിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു. അപ്പൊ സെക്രട്ടേറിയറ്റിലെ ഒരു ക്ലർക്ക് ആയിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അല്ലെ. അപ്പൊ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകരിലെ പ്രഗത്ഭനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ആധാരം എഴുത്തിലും അദ്ദേഹം പ്രാവീണ്യം കാണിച്ചിരുന്നു. പറഞ്ഞു പോകുന്നത് നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങള്? നെക്സ്റ്റ് കണ്ടന്റ് നോക്കാം. ഇനി ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കാര്യങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അതിന്റെ ജനനം, അദ്ദേഹത്തിന്റെ പൂർണ്ണപേരും അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആരൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബേസിക് ഐഡിയാസ്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിലാണ് ഐക്യം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം എന്തു പറഞ്ഞത്? ഐക്യം അൺടച്ചബിലിറ്റി അല്ലെ. ഐക്യം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന പ്രഭാഷണം നടത്തിയത് ചട്ടമ്പി സ്വാമികളായിരുന്നു. ഏത് പ്രഭാഷണത്തിലാണ് അദ്ദേഹം അത് സൂചിപ്പിക്കപ്പെട്ടത്? 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം എന്ത് സൂചിപ്പിക്കുന്നത്? ഐക്യം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നോട്ട് ചെയ്യുക, ഐക്യം അറബിക്കടലില് തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആ പ്രഭാഷണത്തിലൂടെ സൂചിപ്പിച്ചത്. 1903 ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? ആരായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കൻ? തൈക്കാട് അയ്യായിരുന്നു കേട്ടോ. തൈക്കാട് അയ്യ മറ്റൊരു നവോത്ഥാന നായകന്റെയും കൂടി ഗുരുവായിരുന്നില്ല. അതാരായിരുന്നു? ശ്രീനാരായണ ഗുരു അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരു അപ്പൊ ആരായിരുന്നു? തൈക്കാട് അയ്യായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൽ നിന്നുമാണ് ഇവര് പലതരത്തിലുള്ള വിദ്യകള് അഭ്യസിച്ചിരുന്നത്. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവിശ്വരത്ത് വെച്ചിട്ടാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത്. വടിവിശ്വരം എവിടെയാണ്? വടിവിശ്വരം വടിവിശ്വരം എവിടെയാണ്?
ചട്ടമ്പി സ്വാമികൾക്ക് തമിഴ്നാട്ടിലാണ് വടീശ്വരം എന്ന ഗ്രാമം അല്ലെ, അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ കീഴില് അഭ്യസിച്ചിരുന്ന മറ്റു ശിഷ്യഗണങ്ങൾ ആരൊക്കെയായിരുന്നു? അവരുടെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ആരൊക്കെയാണ്? നീലകണ്ഠൻ തീർത്ഥപാദർ, നീലകണ്ഠൻ തീർത്ഥപാദർ, നീലകണ്ഠ തീർത്ഥപാദർ, നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസൻ, തീർത്ഥപാദ പരമഹംസൻ, തീർത്ഥപാദ പരമഹംസൻ, ശ്രീരാമനന്ദ തീർത്ഥപാദൻ, ശ്രീരാമനന്ദ തീർത്ഥപാദൻ, ശ്രീരാമനന്ദ തീർത്ഥപാദൻ, ബോധേശ്വരൻ, ബോധേശ്വരൻ, നീലകണ്ഠ തീർത്ഥപാദര്, തീർത്ഥപാദ പരമഹംസൻ, ശ്രീരാമനന്ദ തീർത്ഥപാദർ, ബോധേശ്വരൻ തുടങ്ങിയവരായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരായിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ബോധേശ്വരനായിരുന്നു കേട്ടോ. പ്രധാനമായും വരുന്നത് ബോധേശ്വരൻ എന്ന പേര് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്തിരിക്കുക. ഇവരൊക്കെയായിരുന്നു ആരുടെ ശിഷ്യന്മാരായിരുന്നത്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യഗണങ്ങളിൽ പെടുന്നത്. ഇനി ഈ ചട്ടമ്പി സ്വാമി മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്ത് പേരിലാണ്? ഷൺമുഖദാസൻ അല്ലെ, ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഇനി ഈ സന്യാസം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചത്. സന്യാസം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചത്. ശ്രദ്ധിക്കുക, സന്യാസം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചത്. ഓക്കെ, ഇനി ശ്രീരാമ ഭട്ടാരകൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഷൺമുഖദാസൻ മാത്രമല്ല, ശ്രീരാമ ഭട്ടാരകൻ, ശ്രീരാമ ഭട്ടാരകൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട് അല്ലെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ശ്രീരാമ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസനും ശ്രീരാമ ഭട്ടാരകനും ആരാണ്? ചട്ടമ്പി സ്വാമികളുടെ മറ്റ് നാമങ്ങളാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പിന്നെയും വരുന്നുണ്ട് അല്ലെ, പിന്നെയും വരുന്നുണ്ട് അദ്ദേഹത്തിന് കുറച്ച് പേരുകൾ. എന്തൊക്കെയാണ്? ചട്ടമ്പി സ്വാമികളെ ജനങ്ങൾ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്? ജനങ്ങൾ ഏത് പേരിലാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്? വിദ്യാധിരാജൻ അല്ലെ, സർവവിദ്യകളുടെയും രാജനാണ് അല്ലെ. എന്താണ്? എല്ലാ പഠനതന്ത്രങ്ങളും എല്ലാ സ്വഭാവ ശുദ്ധിയുമുള്ള ആളായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ അല്ലെ. അപ്പൊ എന്താണ്? അദ്ദേഹത്തെ വിദ്യാധിരാജൻ എന്ന പേരിലാണ് സ്നേഹത്തോടെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ചട്ടമ്പി സ്വാമികളെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചിരുന്ന പേരാണെന്ത്? വിദ്യാധിരാജൻ. അപ്പൊ എത്ര പേരുകളായി? ഷൺമുഖദാസൻ, ശ്രീരാമ ഭട്ടാരകൻ, വിദ്യാധിരാജൻ. അങ്ങനെ 3 പേരുകൾ അല്ലെ, പ്രധാനപ്പെട്ട 3 പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. 3 പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. സന്യാസം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്ത് പേര് സ്വീകരിച്ചത്? ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചത്. ശ്രീരാമ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ജനങ്ങള് സ്നേഹത്തോടെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന പേരാണെന്ത്? വിദ്യാധിരാജൻ. വിദ്യാധിരാജനാണ് നമ്മളുടെ ചട്ടമ്പി സ്വാമികൾ അല്ലെ. ഓക്കെ, പിന്നെന്താണ്? കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസിയാണ് ആര്? ചട്ടമ്പി സ്വാമികള്. സർവവിദ്യാധിരാജ, കാഷായം ധരിക്കാത്ത സന്യാസി അല്ലെ. കാഷായം ധരിക്കാത്ത സന്യാസിയാണ് ചട്ടമ്പി സ്വാമികൾ. ഇത്തരത്തിലെ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് ഇത് പറഞ്ഞത്. PS എന്നും ചോദിക്കാറുള്ളതാണ്. പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. 1882 ചട്ടമ്പി സ്വാമി ആരെ കാണുന്നത്? 1882 ചട്ടമ്പി സ്വാമി ഒരു പ്രധാനപ്പെട്ട നവോത്ഥാന നായകനെ കാണുന്നത്. ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവിനെ അല്ലെ. ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം 1882 കാണുന്നത്. ഇനി അതിന് 10 വർഷത്തിന് ശേഷം 1892 ചട്ടമ്പി സ്വാമികള് സ്വാമി വിവേകാനന്ദനെ കാണുക. വെരി ഗുഡ് നമസ്കാരം. 10 വർഷത്തിന് ശേഷം അല്ലെ 1892 സ്വാമി വിവേകാനന്ദനെ ചട്ടമ്പി സ്വാമികള് കാണുന്നു. ഓക്കെ, അപ്പൊ ഈ 2 വർഷങ്ങൾ ഓർത്തു വെക്കുക. ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് 1882 92 വിവേകാനന്ദനെ കാണുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തത് കേട്ടോ. ഇനി ഇതിനപ്പുറത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ച വ്യക്തി ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ച വ്യക്തി ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണ് അല്ലെ. നൗസ് എല്ലാം പഠിച്ചിരിക്കുകയാണ്. നല്ല ഒട്ടി. ഡോക്ടർ പൽപ്പു ആണ് എല്ലാവരും. നിങ്ങൾ ഒരു വട്ടത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. എങ്കിലും നിങ്ങളില് അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇതിൽ വരായിരിക്കും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ ഡോക്ടർ പൽപ്പു ആണ് നമ്മുടെ വിവേകാനന്ദനെ കേരളത്തിലേക്ക് ക്ഷണിച്ച വ്യക്തി. ഇനി കൊടുങ്ങല്ലൂരിൽ നിന്നും വിവേകാനന്ദൻ ആരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്തെത്തിയത്? കൊടുങ്ങല്ലൂരിൽ നിന്നും ആരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വിവേകാനന്ദൻ എറണാകുളത്ത് എത്തിച്ചേർന്നത്? ചട്ടമ്പി സ്വാമികളെ കാണാനായിട്ട് കേട്ടോ. ചട്ടമ്പി സ്വാമികളെ കാണാൻ വേണ്ടിയിട്ടാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും വിവേകാനന്ദൻ എറണാകുളത്തേക്ക് എത്തിച്ചേർന്നത്. ഇനി ചിന്മുദ്രയെ കുറിച്ച്, പ്രസിദ്ധമായ ചിന്മുദ്രയെ കുറിച്ച് വിവേകാനന്ദന് നിർദ്ദേശങ്ങളും അതിന്റെ പൂർണ്ണ രൂപങ്ങളും പറഞ്ഞു കൊടുത്തത് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളായിരുന്നു. സ്വാമി വിവേകാനന്ദന് കേരള സന്ദർശന വേളയിലെ ചിന്മുദ്രയെ കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ചട്ടമ്പി സ്വാമികളായിരുന്നു. ഇനി കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമിയെ ആയിരുന്നു. കേരളത്തിലെ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് വിവേകാനന്ദൻ മനസ്സിലാക്കിയത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ് അല്ലെ. അദ്ദേഹം കേരള സന്ദർശനം നടത്തിയപ്പോൾ ഒരേയൊരു മനുഷ്യനായിട്ട് പരിഗണിച്ചത്, ഒരേയൊരു മനുഷ്യനായി മനസ്സിലാക്കിയത് ചട്ടമ്പി സ്വാമികളെയായിരുന്നു. ഇവിടം വരെ ക്ലിയർ അല്ലേ? ഇനി അദ്ദേഹത്തിന്റെ കൃതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ കൃതികളുമായി നമുക്ക് നോക്കാം. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതായിരുന്നു? എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കാട്ടോ. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താണ്? തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയായിരുന്നു എന്ത്? ആദിഭാഷ. ഓക്കെ, ആദിഭാഷയിലായിരുന്നു അദ്ദേഹം മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് അവിടെ വിശദീകരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കൃതിയായി അറിയപ്പെടുന്നതാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപഖണ്ഡനം, പ്രാചീന മലയാളം, ക്രിസ്തുമതഛേദനം, ആദിഭാഷ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഇമ്പോർട്ടന്റ് ആണെന്ന് പ്രാചീന മലയാളം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൃതിയാണ്. അതിന് രചിച്ചിട്ടുള്ളതില് ഏറ്റവും വലിയ കൃതിയാണെന്ത്?
പ്രാചീന മലയാളം. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ ഓരോരോ കൃതികളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫാക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെ പറ്റിയാണ്? ശ്രദ്ധിക്കുക, തീ പോലുള്ള വാക്കുകള് കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയിലാണ്? വേദാധികാര നിരൂപണത്തിൽ കേട്ടോ. ഇതിലാണ് അദ്ദേഹം തീ പോലുള്ള വാക്കുകളെ സൂചിക്കപ്പെട്ടിട്ടുള്ളത്. വേദാധികാര നിരൂപണം. ഓക്കെ, നെക്സ്റ്റ്, അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിരുന്നു എന്ത്? വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു എന്ത്? വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികള് എഴുതിയ ഒരു കൃതിയായിരുന്നു എന്താണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച മോക്ഷപ്രദീപ ഖണ്ഡനത്തെ വിമർശിച്ചുകൊണ്ട് ആരെഴുതി? ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഒരു കൃതിയായിരുന്നു എന്ത്? മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, മോക്ഷപ്രദീപ ഖണ്ഡനമായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രചിക്കപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയായിരുന്നു എന്ത്? ക്രിസ്തുമതഛേദനം. ക്രിസ്തുമതഛേദനമായിരുന്നു എന്ത്? അദ്ദേഹം ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് എഴുതിയ കൃതി എന്ന് പറയുന്നത് ഏതായിരുന്നു? ക്രിസ്തുമത ഛേദനം എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ക്രിസ്തുമത ഛേദനം. അടുത്ത ചോദ്യം, ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തിനെ എതിർത്തിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തെ എതിർത്തിരുന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് ഉള്ള പരിവർത്തനത്തിനെ എതിർത്തിരുന്ന ഒരു പരിഷ്കർത്താവായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അദ്ദേഹം പറയുകയുണ്ടായി എന്താണ്? സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. സസ്യഭക്ഷത്തിന്റെ പ്രാധാന്യം അല്ലെ, സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ എന്താണ്? അഹിംസയും പ്രചരിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് അല്ലെ, ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. സസ്യഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് അഹിംസയും പ്രചരിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച നവോത്ഥാന നായകനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമികൾ ഒരു മനുഷ്യന്റെ മനസ്സ് ഏത് വിധത്തിലാകണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടത്? ഒരു മനുഷ്യന്റെ മനസ്സ് ഏത് വിധേനയായിരിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്? അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം. അനുകമ്പയായിരിക്കണം എന്നാണ് അദ്ദേഹം. അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനുഷ്യന്റെ മനസ്സ് എന്ന ഉദ്ധരണിയുടെ കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യന്റെ മനസ്സ് എന്ന ഉദ്ധരണിയുടെ കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ.
പക്ഷെ അനുകമ്പയാൽ നിറഞ്ഞ മനസ്സാണോ എല്ലാവരുടേതും ഇന്നത്തെ കാലഘട്ടത്തില്? അല്ല. അനുകമ്പയൊന്നും ഇപ്പോ നമ്മുടെ ലോകത്തിപ്പോ ഈ കലിയുഗത്തിലൊന്നും കാണാനേ ഇല്ല അല്ലെ? ഇതിലുണ്ട് കേട്ടോ, പോലെ കുറച്ചു പേരൊക്കെ ഇല്ലേ അനുകമ്പയുള്ളവര്. ഇനി ചിലർക്കുണ്ട്. ഓക്കെ, എല്ലാവരും അനുകമ്പയുള്ളവരായിരിക്കാം അല്ലെ? ക്രൈസ്തവ ഇസ്ലാമിക സാമൂഹ്യ പഠനം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികള്. ക്രൈസ്തവ ഇസ്ലാമിക സാമൂഹ്യ പഠനം, ക്രൈസ്തവ ഇസ്ലാമിക സാമൂഹ്യ പഠനം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ക്രൈസ്തവ ഇസ്ലാമിക സാമൂഹ്യ പഠനം ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഇനി 1924 എന്ത് സംഭവിച്ചു? 1924 എന്ത് സംഭവിച്ചത്? അദ്ദേഹം എന്താണ് സമാധി ആയത്? ചട്ടമ്പി സ്വാമികൾ എന്താണ് സമാധി ആയത്? 1924 അല്ലെ, മെയ്യിലാണ് അദ്ദേഹം സമാധിയായത്. ഓക്കെ, എവിടെ വെച്ചാണ്? പന്മനയിൽ വെച്ചിട്ടല്ലേ? 1924 പന്മനയിൽ വെച്ചിട്ടാണ് അദ്ദേഹം സമാധിയായത്. പന്മനയിൽ വെച്ചിട്ടാണ് അദ്ദേഹം സമാധിയായത്. ചട്ടമ്പി സ്വാമികളെ സമാധിയായിട്ട് നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? എന്നാണ് ആചരിക്കുന്നത് സമാധി? ഓഗസ്റ്റ് 5-നാണ് അദ്ദേഹത്തിന്റെ സമാധി നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഒരു ക്ഷേത്രം പണിയിപ്പിക്കുകയുണ്ടായി. ആ ക്ഷേത്രത്തിന്റെ പേരാണെന്ത്? ബാലഭട്ടാരക ക്ഷേത്രം. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണിയെടുപ്പിച്ചിരുന്ന ക്ഷേത്രമായിരുന്നു എന്ത്? ബാലഭട്ടാരക ക്ഷേത്രം അല്ലെ. അതെന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? പന്മനയിൽ അല്ലെ, അദ്ദേഹത്തിന്റെ ബാലഭട്ടാരക ക്ഷേത്രം. ഇനി ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ചട്ടമ്പി സ്വാമികളുടെ ആദരപൂർവമായിട്ട് അദ്ദേഹത്തിന്റെ രൂപം പുറത്തിറക്കിയത്, അദ്ദേഹത്തിന്റെ രൂപം പുറത്തിറക്കിയ സ്റ്റാമ്പ് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഏപ്രിൽ 30 അല്ലെ, 2014 ഏപ്രിൽ 30-നാണ് അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ട് അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. 2014 ഏപ്രിൽ 30-നാണ് അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റലില് പ്രത്യക്ഷപ്പെടുന്നത്. പറഞ്ഞ എന്നാണ് അദ്ദേഹത്തിന്റെ ജനനം? എന്നായിരുന്നു? എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അയ്യപ്പൻ എന്നാണ്. ബാല്യകാലനാമം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കുഞ്ഞൻ പിള്ള, അലി കുഞ്ഞൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആരായിരുന്നു? ഗുരുനാഥൻ ആരായിരുന്നു? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ കേട്ടോ. പേട്ടയിൽ രാമൻ പിള്ള ആശാനും കൈക്കാടയും വരുന്നത് കേട്ടോ. ആദ്യം ആരായിരുന്നു? പേട്ടയിൽ രാമൻ പിള്ള ആശാനായിരുന്നു കേട്ടോ. ഓക്കെ, ഓട്ടയിലല്ല, പേട്ടയിൽ. പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ഓക്കെ, അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? ജ്ഞാനോദയം ലഭിച്ച സ്ഥലം. ഓക്കെ നൗസിയ, ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവേശ്വരം, തമിഴ്നാട്ടിലെ വടിവേശ്വരത്താണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത്. അദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന പേരില്
ഷൺമുഖദാസൻ എന്ന പേര് ആരാണ് നിർദ്ദേശിച്ചത്? ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആ, ജനങ്ങൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന പേരെന്താണ്? ജനങ്ങൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന പേരാണത് വിദ്യാധിരാജ. വിദ്യാധിരാജ. അദ്ദേഹം ഏത് വർഷത്തിലാണ് ശ്രീനാരായണ ഗുരുവിനുമായി കാണുന്നത്? സന്ദർശനം, ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള സന്ദർശനം ഏത് കാലഘട്ടത്തിലാണ്? ഓക്കെ, വെരി ഗുഡ്. 1882. ഓക്കെ. സ്വാമി വിവേകാനന്ദനുമായിട്ട് ഏത് വർഷമാണ്? 1892. ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കൃതികൾ, ഏറ്റവും വലിയ കൃതി ഏതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതി? പ്രാചീന മലയാളം. ഓക്കെ, പ്രാചീന മലയാളമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ. മറ്റു കൃതികൾ ഏതൊക്കെയാണ്? മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ആദിഭാഷ. അടുത്ത ഏതാണ്? വേദാധികാര നിരൂപണം. അടുത്തത് വേദാധികാര നിരൂപണം പറഞ്ഞു. അടുത്തത് ഏതാണ്? ക്രിസ്തുമതചേതനം. ക്രിസ്തുമതചേതനം. മോക്ഷപ്രദീപഖണ്ഡനം. മോക്ഷപ്രദീപഖണ്ഡനം. ഓക്കെ. അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പില് എന്നാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ എന്നാണ് പ്രത്യക്ഷപ്പെടുന്നത്? 2014 ഏപ്രിൽ 30. 2014 ഏപ്രിൽ 30 അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണിയെഴുപ്പിച്ച ക്ഷേത്രത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണിയെഴുപ്പിച്ച ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ബാലഭട്ടാരക ക്ഷേത്രം. ബാലഭട്ടാരക ക്ഷേത്രമാണ്. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? പന്മന. കേട്ടോ, പന്മനയിലാണ് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തതാരായിരുന്നു? ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ മറ്റു വിശേഷണ പേരുകൾ ഏതൊക്കെയാണ്? 3 പേരുകൾ, പ്രധാനപ്പെട്ട 3 പേരുകൾ നമ്മൾ പറഞ്ഞില്ലേ? ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? വിദ്യാധിരാജൻ. വിദ്യാധിരാജൻ, ശ്രീരാമ ഭട്ടാരകൻ. ഓക്കെ, വെരി ഗുഡ്. ഷൺമുഖദാസൻ അല്ലേ? ശ്രീരാമ ഭട്ടാരകൻ, വിദ്യാധിരാജൻ, അല്ലെങ്കിൽ എന്താണ് ഷൺമുഖദാസൻ, ശ്രീരാമ ഭട്ടാരകൻ അല്ലെ? 3 പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ചട്ടമ്പി സ്വാമികളെ, വാഗ്ദാനന്ദനെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ. അപ്പൊ തരുന്ന നോട്ട്സുകൾ നന്നായിട്ട് പഠിക്കാട്ടോ. നന്നായിട്ട് കവർ ചെയ്യുക. ഒരുപാട് പ്രാവശ്യം വായിക്കുക. റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സുരഭി. ഇപ്പൊ വരുന്ന നോട്ട്സ് പഠിക്കണം കേട്ടോ, വെറുതെ വെച്ചിട്ട് പോകരുത്. നമ്മൾ റിവൈസ് ചെയ്താലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, വലിയ വേദിയുള്ളൂ കേട്ടോ.